ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോളെ മസാലയാണ്, അഥവാ ചന മസാല എന്നും പറയും. നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിലുള്ള വീഡിയോയിലായിട്ട് ബട്ടൂര റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചോളെ മസാല. എപ്പോഴും ചോളെ ബട്ടൂരെ രണ്ടും ചേർത്തിട്ടാണല്ലോ കഴിക്കാറ്. അപ്പോൾ ബട്ടൂരയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഈ ചോള മസാലയും കൂട്ടി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഹോട്ടലിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ചോള മസാല പല വിധത്തിലുണ്ട്. ഞാനിന്ന് എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. ചോള മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളക്കടലയാണ്. അത് ഞാൻ ഒരു രാത്രി മുഴുവൻ കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ആദ്യം വേണ്ടത് ഒരു പൗഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ എടുത്തത് ജീരകം, കുരുമുളക്, പെരിഞ്ജീരകം. ഇത് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ഇത് വലിയ ഏലക്കയാണ്, കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഗ്രേവീസിനൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ഈ കറുത്ത വലിയ ഏലക്ക. ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് ഇവിടെയൊക്കെ കിട്ടാറ്. 10 ഗ്രാമിന് 25 രൂപയാണ്. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുമെന്ന് വിചാരിക്കണു. പിന്നെ വേണ്ടത് ഗ്രാമ്പൂ, ബേ ലീഫ്, മല്ലി, കപ്പലമുളക്, ഇത്രയാണ് വേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഞാൻ എന്താ ചെറിയ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കൂട്ടിയിട്ട് ബൾക്കായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ പൊടിക്കേണ്ട ആവശ്യം കൂടെ വരില്ല, അത്രയും സമയവും ലാഭിച്ചെടുക്കുക. നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ച വെള്ളക്കടലയാണത്. അത് ഞാൻ വെള്ളമൊക്കെ മാറ്റി ഇടുകയാണ്. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. തക്കാളി ഇടാം. വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്. ഇഞ്ചി അതും ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത്. പച്ചമുളക്, കായപ്പൊടി, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇടുന്നത് നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. മുളക് പൊടി, ഉപ്പ്, പോരെങ്കിൽ പിന്നീട് വീണ്ടും ചേർക്കാം. പിന്നെ ഞാനിന്ന് ഇടുന്നത് ടീ ബാഗാണ്, ഒരു 3 ടീ ബാഗ്. എന്തിനാണ് നമ്മൾ ഈ ടീ ബാഗ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കിട്ടാനായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ടീ ബാഗ് ഇല്ലെങ്കിൽ ഒരു വിഷമവും വേണ്ട. നല്ലൊരു തുണിയിൽ ചായപ്പൊടി നന്നായിട്ട് കെട്ടി വെച്ചിട്ടാലും മതി. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇടണമെന്ന് മാത്രം. 3 പാക്കറ്റാണ് ഞാൻ ഇടുന്നത്. ചോളെ ബട്ടൂരയുടെ കൂടെ കിട്ടണ ചോള മസാല നല്ല ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക. ചായപ്പൊടി കിഴികെട്ടി ഇടുകയാണെങ്കിൽ ഒരൊറ്റ ടീസ്പൂൺ മതിയാവും. നെയ്യിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇടേണ്ടത് പൊടിച്ചു വെച്ച ഈ മസാലയുടെ പൗഡറാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊരു 15 വിസിൽ വരെ വെക്കണം, മീഡിയം ഫ്ലെയിമിൽ. പ്രഷറെല്ലാം പോയി ഞാൻ വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട്. ഇനി ആ ടീ ബാഗ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് കളയണം. നല്ല കളർ വന്നിട്ടുണ്ട് നമ്മുടെ ചോള മസാലയ്ക്ക്. വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ 15 വിസിൽ വെച്ചത്. സാധാരണ നമ്മൾ കടല ആദ്യം വേവിച്ച ശേഷം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കില്ലേ. ഈ മസാലയും കടലയും കൂടെ ഒന്നിച്ച് വേവണ കാരണം ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഫൈനലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ശേഷം കുക്കിംഗ് ഒന്നും വേണ്ട, ഈ ചൂടിൽ തന്നെ ഇത് കറക്റ്റ് ആയിക്കോളും.
ആറിക്കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു ചോളെ മസാല പൂരിക്ക് ചപ്പാത്തിക്കൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഭട്ടൂരയും ഈ ചോളെ മസാല ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ കഴിച്ച് നന്നായി എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഇത് ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.